തടിയാ നീ പോടാ തടിയാ. ഇതെന്ത് തടിന്ന് പേരിടാൻ കാരണം? തടി എന്ന് പേരിടാൻ കാരണം നമുക്ക് വണ്ണുള്ള കാരണം കൂട്ടുകാരിൽ ഇങ്ങനെ ഒരു പേരുണ്ട്. അപ്പൊ പിന്നെ പണ്ടേ ചെറുപ്പം തൊട്ട് തന്നെ ഹോട്ടൽ ഫീൽഡ് ആയതാണ്. നല്ല പൊറോട്ടയൊക്കെ വെച്ച് ഈ വണ്ണം വെച്ച് പിന്നല്ല. ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 3 മാസം. ഇപ്പൊ നമ്മൾ ഉച്ചക്ക് മാത്രമല്ലോ? എങ്ങനെയാ? ഉച്ചക്ക് മാത്രമേ ഉള്ളൂ. 12 മണിയാകുമ്പോ സ്റ്റാർട്ട് ചെയ്യും. ഒരു 3 മണി വരെ 3 മണിക്കുള്ളിൽ സാധനം മൊത്തം തീരും. കാലിയാവും. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ ആമ്പൂർ ബീഫാണ്. ബീഫ് അതാണ് നമ്മുടെ ഇവിടുത്തെ വെറൈറ്റി. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചിക്കനാണ് ആമ്പൂറായിട്ട് കൊടുക്കണം. നമ്മൾ ബീഫാണ് ചെയ്യണം. എടാ 4 കുട്ടൻ, 2 ആമ്പൂർ, 1 ചിക്കൻ പാർസൽ ഇട്ടാ. ദം പൊട്ടിക്കാൻ പോവാ. അടിപൊളി. കുട്ടനല്ലേ? ഇത് കുട്ടൻ. കുട്ടൻ എത്ര ചെമ്പ? എത്ര കിലോ ചെമ്പോ? ഇത് 5 കിലോത്തിന്റെ. ഈ കുട്ടന്റെ ഒരു പ്രത്യേകത എന്താ ശരിക്കും? കുട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മറ്റേ ക്രാവില്ല, അതിന്റെ ഇറച്ചിയാണ് അതുകൊണ്ട് ഉണ്ടാക്കണം. അപ്പൊ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. വെറുതെ ഇങ്ങനെ തൊട്ട് പഞ്ഞി പോലെ ഇതായി പോകും. വെള്ളം വരുന്നുണ്ടല്ലോ. അല്ലെ ബിരിയാണി തിരിയാനുള്ള കാരണം എന്താ? ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മടുക്കൂല്ല. അതാണ് മതി. അതാണ് നമ്മളിങ്ങനെ മെനു കാർഡ് തപ്പി പോയി ബിരിയാണി. ചെറുപ്പത്തിൽ കൂട്ടുകാർ വിളിച്ചു തുടങ്ങിയൊരു പേരായിരുന്നു തടിയ എന്നുള്ള. ആ തടിയ എന്നുള്ള പേര് അവൻ ഒരു ബ്രാൻഡാക്കി മാറ്റി സ്വന്തമായിട്ട് കട തുടങ്ങി കൊച്ചിയിൽ തന്നെ. ഇപ്പം നല്ല സെയിലാട്ടോ. അത്യാവശ്യം ഞാൻ ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, ഇൻസ്റ്റയിലൊക്കെ നോക്കിയപ്പം ഭയങ്കര പോസിറ്റീവ് കമൻറ്റാണ്. ഇതാണ് നമ്മുടെ തടിയൻസിലെ മെനു കാർഡ്. കുട്ടൻ 150, ആമ്പൂർ ബിരിയാണി 150 തന്നെ, ചിക്കൻ 140, 100, ഹാഫിന് 100, ഫുള്ളിന് 140, പിന്നെ മീൽസ് 70. പിന്നെ ഫ്രൈ ഓരോ ദിവസം ഓരോ കിട്ടുന്ന മീനനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. സംഗതി നൈസ് ആംബിയൻസ് ആട്ടോ. ചെറിയൊരു കടയാണ്. അവരെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെടിയും ചെറിയ ഗാർഡനൊക്കെ ആക്കി ചെറിയ പാട്ടൊക്കെ വെച്ച്. ഊണെന്തൊക്കെ ഐറ്റം? ഊണിന് 2 തരം പച്ചക്കറി, ചമ്മന്തി, പിന്നെ അച്ചാറ്, സാമ്പാർ, മോരാറ്, രസം. ഫിഷ് ഫ്രൈ ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും വന്നത് അയില, പിന്നെ ചാള, പിന്നെ പിലോപ്പി, അങ്ങനത്തെ ഐറ്റംസാണ് ഫിഷ് ഫ്രൈയിൽ വന്നത്. പിന്നെ ഉള്ളത് കക്കർച്ചി, ചെമ്മീൻ റോസ്റ്റ്, അതൊക്കെയാണ് അതിലും വന്നത്. ഈ ഡെയിലി മീൻ എങ്ങനെ മാറും? അല്ലെങ്കിൽ സ്ഥിരം ഒരേ അയിലിമത്തിനായിരിക്കുമോ? ഇല്ല, നമുക്ക് എന്താണെന്ന് കിട്ടണം ഇതായിരിക്കും. കുക്കിംഗ് എല്ലാം ഒറ്റയ്ക്കാ? കുക്കിംഗ് ബിരിയാണി മൊത്തം ഒറ്റയ്ക്ക്? ബിരിയാണി ഒറ്റയ്ക്ക് ഉണ്ടാക്കണം. മറ്റേത് വീട്ടുകാരുണ്ടാവും. അപ്പനാണ് എന്റെ മെയിൻ. അപ്പനാണ് ഹോട്ടൽ തുടങ്ങാനുള്ളത്. ആരൊക്കെ? അപ്പനും അനിയനും? പിന്നെ അപ്പനുണ്ട്, അനിയനുണ്ട്, പിന്നെ അമ്മയുണ്ട്, ചേട്ടനുണ്ട്. ഇതിപ്പോ എക്സാ ലൊക്കേഷൻ പറയുമ്പോ എവിടെയാ? ഇത് പാലാട്ടോ സംസ്കാര ജംഗ്ഷൻ. പാലാട്ടോ സംസ്കാര ജംഗ്ഷൻ അല്ലേ? നല്ല ആവി വറക്കണ ബീഫ് ബിരിയാണി, നല്ല കുട്ടൻ ബിരിയാണി, കുറച്ച് മസാല എടുത്ത് ചോറും കൂട്ടി. ആവി പറക്കണ ചിക്കൻ ബിരിയാണി, കുറച്ച് മസാലയും കൂട്ടി, കുറച്ച് ഡേറ്റ്സിൻ്റെ അച്ചാറും സവാളയും എടുത്ത്. ചിക്കനെക്കാട്ടിലും ഒരു പടി മുകളിൽ കുട്ടൻ ബിരിയാണി തോന്നുന്നു കേട്ടോ. കുട്ടനാന്നൂടി രസം. അടുത്തത് നമ്മുടെ ആമ്പൂർ ബിരിയാണി. വാ എല്ലാം കൂട്ടി. നൈസ്. ഞാൻ പറയട്ടെ, കഴിച്ചതിൽ എപ്പോഴും ഒരു പടി മുന്നിൽ കുട്ടൻ ബിരിയാണിയാണ്. കുട്ടനാണ്, കുട്ടൻ പൊളപ്പന. അപ്പോൾ തക്കണേ വിട്ടേക്കട്ടെ, ഞാനെല്ലാം കഴിച്ചിട്ട് വിട്ടേക്കും. പോട്ടെ, ബൈ.